സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. മുന്നോട്ട് എന്തെന്നറിയാതെ ഗാസയിലെ ക്രൈസ്തവർ. ഗാസ വിശുദ്ധ നാട്ടിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന്റെ ആശ്വാസം നിലനിൽക്കുമ്പോൾ തന്നെ മുന്നോട്ട് എന്തെന്നറിയാതെ ഗാസയിലെ ക്രൈസ്തവർ. ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി പള്ളിയിൽ അഭയം പ്രാപിച്ച ക്രൈസ്തവരാണ് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആശങ്കയോടെ കഴിയുന്നത്. പ്രദേശത്ത് പുനർനിർമ്മാണം വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഗാസ മുനമ്പിലെ ഏക കത്തോലിക്ക ഇടവകയിലെ അംഗങ്ങൾ പള്ളി കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു കടന്ന് തങ്ങളുടെ വീടുകളിൽ അവശേഷിക്കുന്നത് എന്താണെന്ന് കാണാൻ പോയി തുടങ്ങിയിട്ടുണ്ട്. മാസങ്ങളായി ഹോളി ഫാമിലി ദേവാലയത്തിലും സമീപത്തുള്ള സ്കൂളുകൾ, ഫാക്ടറി കോൺവെന്റുകൾ റെക്ടറി കോൺവെന്റുകൾ എന്നിവ ഉൾപ്പെടെ കോമ്പൗണ്ടിലാണ് ക്രൈസ്തവർ അഭയം നേടിയിരുന്നത്. അക്രൈസ്തവർക്കും അവിടെ അഭയം നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വെടിനിർത്തൽ നടപ്പാക്കിയതിനാൽ ചില അഭയാർത്ഥികൾ അവരുടെ വീടുകൾ പരിശോധിക്കാൻ പുറപ്പെട്ടുവെങ്കിലും കാഴ്ച ഹൃദയഭേദകമായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. നിരവധി വീടുകൾ പൂർണ്ണമായും നശിച്ചതായി കണ്ടെത്തി. മറ്റുള്ളവർക്ക് ഇതുവരെ തങ്ങളുടെ വീടുകൾ കണ്ടെത്താനായിട്ടില്ല. അത്രയ്ക്ക് ആക്രമണങ്ങളാണ് നടന്നതെന്നും കെട്ടിടങ്ങൾ ചാരക്കൂമ്പാരമായി കിടക്കുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കത്തോലിക്ക സന്നദ്ധ സംഘടനകൾ സഹായം എത്തിക്കുന്നുണ്ടെങ്കിലും മുന്നോട്ട് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നതെന്ന് ഗാസയിലെ ഹോളി ഫാമിലി ചർച്ച് ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ റോമാനെല്ലി പറഞ്ഞു. പ്രാഥമിക ആവശ്യങ്ങൾക്കായി സംഘടനകൾ ഒരു പരിധിവരെ ആശ്വാസം നൽകിയിട്ടുണ്ട്. ലത്തീൻ പാത്രിയാർക്കേറ്റിന്റെയും മാൾട്ടേസർ ഇന്റർനാഷണലിന്റെയും ശ്രമങ്ങൾക്ക് നന്ദി. ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ഭക്ഷ്യസഹായം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരിത്താസിനും മദർ തെരേസയുടെ സഹോദരിമാർക്കുമൊപ്പം തങ്ങളുടെ കഴിവിനനുസരിച്ച് രോഗികൾക്കും ദരിദ്രർക്കും വൈദ്യസഹായം നൽകി വരുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പൊതുജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കുമെന്ന ചിന്തയിലാണ് പ്രദേശത്തെ സാധാരണക്കാരെ കണ്ണീരിലാഴ്ത്തുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.